അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന കനത്ത പ്രഹരങ്ങളിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വിചിത്രമായ ഭീഷണികളുമായി രംഗത്ത്. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തിനും മറുപടി അതിർത്തിയിൽ ഒതുങ്ങില്ലെന്നും കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ കടന്നുകയറി തിരിച്ചടിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഭീഷണി മുഴക്കി. സിയാൽകോട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിച്ചാണ് ഇന്ത്യ ഈ വെല്ലുവിളിയെ നേരിട്ടത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കൊൽക്കത്തയെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഖ്വാജ ആസിഫ് പ്രഖ്യാപിച്ചത് പ്രതിരോധ വിദഗ്ധർക്കിടയിൽ പരിഹാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ അത് കേവലം 200-250 കിലോമീറ്റർ ചുറ്റളവിൽ പരിമിതപ്പെടുത്തില്ലെന്നും ഇന്ത്യൻ മണ്ണിൽ കയറി വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നാണ് പാക് മന്ത്രിയുടെ വാദം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റുവാങ്ങിയതിനേക്കാൾ വലിയ അപമാനമായിരിക്കും ഇത്തവണ പാകിസ്ഥാനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാക് മന്ത്രിയുടെ ഭീഷണിക്ക് മറുപടിയായി 2025 ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ചർച്ചയാവുകയാണ്. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഇത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെ കടലിൽ നിന്ന് ആക്രമിക്കാൻ വെറും 22 മിനിറ്റ് മാത്രം അകലെയായിരുന്നുവെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വെളിപ്പെടുത്തിയിരുന്നു. അന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ആക്രമണം ഒഴിവാക്കിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.